ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വാത്സല്യഭാജനങ്ങളായ മക്കളെ, ദൈവകൃപയുടെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ പ്രഭാതത്തെ ഓർത്തും അവിടുന്ന് നമ്മളുടെ മേൽ ചൊരിയുന്ന നന്മകളെ ഓർത്തും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ നിയോഗങ്ങളോടും കൂടി അങ്ങേ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വരുവാനായിട്ട് അവിടെ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവിടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവിടെ കൃപയുടെ വലതുകരം ഞങ്ങളുടെ നേരെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവകൃപയുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ഇവിടെ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. ഇത് വായിച്ച് ധ്യാനിക്കുന്ന ഒരു തിരുവചന ഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനമാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെന്നുള്ള നിലയിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ പണിതുയർത്തിയതാണ് സഭയാകുന്ന ഭവനം. അവിടുന്നാണ് മൂലക്കല്ല്. ആ മൂലക്കല്ലിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. അതിലാണ് അത് ഉറച്ചു നിൽക്കുന്നത്. അത് ഇളകിപ്പോയാൽ അല്ലെങ്കിൽ അത് വിച്ഛേദിക്കപ്പെട്ടാൽ ഭവനം തകർന്ന് താഴെ വീഴും. അതാണല്ലോ നമുക്ക് ഭവനം പണിയുമ്പോൾ അതിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏത് പ്രദേശത്താണോ അത് പണിയുന്നതിനനുസരിച്ച് അടിത്തറ പണിയുന്നതിന് മാറ്റം ഉണ്ടാവും. അത് ഉറച്ച മണ്ണിലാണെങ്കിൽ അടിത്തറ അധികം ബുദ്ധിമുട്ടില്ലാതെ പണിയാം. ഇനി ഇളകിയ മണ്ണിലാണെങ്കിൽ അല്പം കൂടി ബുദ്ധിമുട്ടാണ്. ഇനി ജലാംശം കൂടുതലുള്ള, അടിയിൽ വെള്ളമൊഴുക്കുള്ള, അങ്ങനെയുള്ള തീരെ ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിനേക്കാൾ ശ്രമകരമാണ് ഭവനത്തിൻ്റെ അടിത്തറ ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിശക്തനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ. അപ്പോൾ കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് വളരുന്നുണ്ട്. അതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് കർത്താവാകുന്ന അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം ഈ ദേവാലയ നിർമ്മിതിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സ്വർഗരാജ്യ നിർമ്മിതിയിലെ ഭാഗഭാക്കുകളാണ്. നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടൊക്കെ ഇത് സഭ വളരുന്നതിന് കാരണമായിട്ട് തീരും. നേരെ തിരിച്ച് തളരുന്നതിനും കാരണമായിട്ട് തീരാം. നമ്മുടെ ഈ കാലഘട്ടത്തിലെ പല സംഭവങ്ങളും നമ്മളെ അതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഭയെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഛിദ്രശക്തികളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും. അവയുടെ ഇതിനിടയിലുണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഭിന്നതകളെല്ലാം സഭയുടെ ഈ വളർച്ചയെ മുരടിപ്പിക്കുന്നു, തകർക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മളും ഈ സഭയാകുന്ന ഭവനത്തിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളും ഈ സഭാ സൗധം പടുത്തുയർത്തുന്നതിൽ ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ സന്തോഷിക്കാം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലോട് ചേർന്നിരിക്കുന്നവരാണ് നമ്മൾ എന്നുള്ള വലിയ അഭിമാനം. അപ്പോൾ നമുക്ക് സഭയുടെ മക്കളെന്നുള്ള നിലയിൽ ദൈവം നമ്മുടെ അവകാശമാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാം. ഇന്നേ ദിവസം ഈ തിരിച്ചറിവോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഇന്ന് തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഒരു സംശയവും വേണ്ട. മൂലക്കല്ലായ കർത്താവിനോട് നമ്മൾ ചേർന്നിരുന്നാൽ മാത്രം മതി എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു. നാളെ പ്രഭാതം 5 മണിക്ക് ഏകപാദന പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവകൃപ പ്രാപിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.